എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആരെയെങ്കിലും തിരഞ്ഞെടുത്ത് അങ്ങ് വിടുക എന്ന് പറയുന്നത് അത്ര ഭൂഷണമായി എനിക്ക് തോന്നുന്നില്ല. മറിച്ച് നാം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ നന്നായി മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിവുള്ള, കെൽപ്പുള്ള, വിദ്യാഭ്യാസമുള്ള വ്യക്തികളെ ആവണം നാം തിരഞ്ഞെടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വ്യക്തികളെ വ്യക്തമായി മനസ്സിലാക്കി ഇട്ടാണ് നമ്മുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. തീർച്ചയായിട്ടും ഈ ഒരു രീതി നാം പിൻപറ്റേണ്ടതായിട്ടുണ്ട്. വോട്ടവകാശം എന്ന് പറയുന്നത് ഏതൊരു പൗരൻ്റെയും ഏറ്റവും വലിയ അവകാശമാണ്. ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റ് എ സിറ്റിസൺ ക്യാൻ ഹാവ്. ഒരു പൗരൻ എന്ന നിലക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നത്. ആ വോട്ടവകാശം നാം വ്യക്തമായി മനസ്സിലാക്കി രേഖപ്പെടുത്തുക തന്നെ വേണം. ആരെങ്കിലും വന്നോട്ടേന്നേ, ഞാൻ വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയാൻ പാടില്ല. ഞാൻ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം, എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ എന്നൊക്കെ പറയുന്നവർ ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട്. ഭൂമിയെ വളർത്താനും നിർമ്മിക്കാനുമൊക്കെ നമ്മോട് കൽപ്പിച്ചത് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി തന്നെ നാം പിന്തുടരേണ്ടതാണ്. മാത്രമല്ല, ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ മീഡിയ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിലോ നാം വ്യക്തികളെ തിരഞ്ഞെടുക്കരുത്. മാത്രമല്ല, കൃത്യമായ വിലയിരുത്തലിലൂടെയും വ്യക്തികളെ നന്നായി മനസ്സിലാക്കിയും സ്വയബോധത്തോടു കൂടിയുമായിരിക്കണം നമ്മുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള കൃത്യമായ പങ്ക് നിർവഹിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കുന്നത്. അല്ലാതെ നാം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പള്ള വീർപ്പിക്കാൻ വേണ്ടിയാവരുത് നമ്മളുടെ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തുന്നത്. നാടിൻ്റെ വികസനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇവിടെ നാം പ്രത്യേകമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ എത്ര സത്യസന്ധമായി ജീവിക്കുന്നുവോ അവനെ ലോകം ഒറ്റപ്പെടുത്തുന്നു. എന്നാൽ ഒരാൾ എത്രമാത്രം വൃത്തികേടുകളും വഞ്ചനയും കളവും കാണിക്കുന്നുവോ അവൻ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവനായി, സ്വീകാര്യനായി മാറുന്നു. മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും കണ്ടുപിടിക്കാൻ നടക്കുന്നവനെ ജനങ്ങൾക്ക് എന്തോ വല്ലാത്ത ഇഷ്ടമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തങ്ങളുടെ മധുര സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു ലോട്ട്.